കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ സമയം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ആംഗ്ലേയ കവിയായ ലോർഡ് ടെന്നിസൺ എഴുതിയ അവളുടെ യോദ്ധാവ് മരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന കവിതാ സമാഹാരമാണ്. ഏറ്റവും ഹൃദയസ്പർശിയായ ആ കവിതയിൽ ഇങ്ങനെ പറയുന്നു: ഏറ്റവും സ്നേഹത്തോടെ ജീവിച്ചിരുന്നൊരു കുടുംബം, അപ്പനും അമ്മയും കൊച്ചുമോനും. അവരുടെ ആ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. യുദ്ധരംഗത്ത് വെച്ച് അദ്ദേഹം മരിക്കുകയാണ്. പ്രിയതമൻ്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിലിരുന്ന് ഒന്ന് പൊട്ടിക്കരയാനാവാതെ അവൾ മറ്റൊരു ലോകത്തായിരുന്നു. അവളെ ഒന്ന് കരയിക്കാനുള്ള കൂടെയുള്ള എല്ലാവരുടെയും ശ്രമങ്ങൾ പരാജയപ്പെട്ടു. അപ്പോഴാണ് വൃദ്ധയായ സ്ത്രീ അത് ശ്രദ്ധിച്ചത്. വാവിട്ട് കരയുന്ന അവളുടെ മകനെ ആ സ്ത്രീ എടുത്ത് ഈ അമ്മയുടെ മടിയിൽ വെക്കുകയാണ്. തൻ്റെ മകൻ്റെ കരച്ചിൽ അവളെ ബോധമനസ്സിലേക്ക് കൊണ്ടുവന്നു. എവിടെ നിന്നോ ശക്തി സംഭരിച്ച് അവൾ തൻ്റെ ഭർത്താവിൻ്റെ ചേതനയേറ്റ ആ മുഖത്തെ ഒന്ന് ചുംബിച്ചു. എന്നിട്ട് തൻ്റെ മകനോടായിട്ട് പറഞ്ഞു: മോനെ, ഇനി നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും. അതേ പ്രിയമുള്ളവരെ, കാൽവരി മലയിൽ വെച്ച് പരിശുദ്ധ അമ്മയ്ക്ക് യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇതാ നിന്റെ മകൻ എന്ന് ഈശോ പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ മുഖമായ ഭാഷയിൽ പറഞ്ഞു കാണാം: അതേ മോനെ, നിനക്ക് വേണ്ടി നിന്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തി നീ രക്ഷിച്ച നിന്റെ ദൈവജനത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ചവരുടെ ജീവിതാനുഭവങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവകൃപയുടെ വലിയ സ്രോതസ്സുണ്ടെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18:42 അവിടെ ഒരു മലയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് പലസ്തീനയിലെ കാർമൽ മലയാണ്. എലിയ ദിവ്യ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മല. കാർമൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം എന്നാണ്. മല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ദൈവ സാന്നിധ്യത്തിൻ്റെ ദൈവിക വെളിപ്പെടലിൻ്റെ ഒരു സ്ഥലമാണ്. കർമ്മല മലയിൽ എലിയ ദിവ്യയ്ക്ക് ശേഷം ധാരാളം താപസന്മാർ ജീവിച്ചിരുന്നു. 12-ാം നൂറ്റാണ്ടിലാണ് കർമ്മല സഭ ഇന്ന് കാണുന്ന രൂപത്തിൽ രൂപം കൊള്ളുന്നത്. 1231 ചരിത്രം പറയുന്നു പലസ്തീന ആക്രമിക്കപ്പെട്ടു. എല്ലാവരും അവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് കുടിയേറി. നമ്മുടെ കർമ്മലീത്ത സന്യാസിമാർ കുടിയേറിയത് യൂറോപ്പിലേക്കാണ്. അവരവിടെ യൂറോപ്പിൽ ചെന്നു. നമുക്കറിയാം കർമ്മലീത്ത എന്ന വാക്കിന് അർത്ഥം തന്നെ അവർ തപസ്സും പ്രാശ്ചിത്തം ചെയ്യുന്നവരാണ്. അവരുടെ ജീവിതശൈലി യൂറോപ്യൻസിന് അത്ര ഇഷ്ടമായില്ല. അവിടുത്തെ യൂറോപ്പിലെ സഭാധികാരികൾ കർമ്മലീത്ത സഭയെ നിർമ്മാർജ്ജനം ചെയ്യാനൊക്കെ തീരുമാനങ്ങൾ കൈക്കൊള്ളാനായിട്ട് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അന്ന് കർമ്മലീത്ത സഭയുടെ പ്രിയോർ ജനറൽ ആയിരുന്നത് വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ആയിരുന്നു. കർമ്മലീത്തർക്ക് പ്രത്യേകമായും പരിശുദ്ധ അമ്മയോട് വലിയ ഭക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങളുടെ സഭയെ ഇല്ലായ്മ ചെയ്യാൻ ആരെയും അനുവദിക്കില്ലേ എന്ന് വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1251 ജൂലൈ 16-ാം തീയതി അർദ്ധരാത്രിയോട് അടുത്ത് വാനവഗണത്തോട് ചേർന്ന് പരിശുദ്ധ അമ്മ വിശുദ്ധ സൈമൺ സ്റ്റോക്കിനെ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് ഈ കർമ്മല ഉത്തിരിയം, നമ്മൾ സാധാരണ ഭാഷയിൽ പറയും വെന്തിങ്ങ എന്ന്, ഈ കർമ്മല ഉത്തിരിയം കൊടുത്തുകൊണ്ട് സൈമൺ സ്റ്റോക്കിനോട് പറയുകയാണ്: ഇത് എൻ്റെ സഹോദര്യത്തിൻ്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമാണ്. ഇത് ധരിച്ചു മരിക്കുന്നവർ നശിക്കുകയില്ല. ഈ വാർത്ത വിശുദ്ധ സൈമൺ സ്റ്റോക്കിലൂടെ യൂറോപ്പ് മുഴുവൻ അറിയപ്പെടുകയാണ്. അങ്ങനെ എല്ലാവരും, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന എല്ലാവരും ഉത്തിരീയം ധരിച്ചു തുടങ്ങി. അതിനുശേഷം 22-ാം ജോൺ മാർപ്പാപ്പ ഉണ്ടായിരുന്ന കാലത്ത് 1321 സംഭവിക്കുന്നത്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്: ഞാൻ എല്ലാ ശനിയാഴ്ചയും ശുദ്ധീകരണ സ്ഥലത്ത് ചെന്നുകൊണ്ട് കർമ്മല ഉത്തിരീയം അഥവാ വെന്തിങ്ങ ധരിച്ച് മരിച്ചവരെ ചില വ്യവസ്ഥകളോടുകൂടെ ആ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന്. എന്താണ് ഈ ചില വ്യവസ്ഥകൾ? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തിരുസഭ നമുക്ക് തരുന്നുണ്ട്. കർമ്മല ഉത്തിരീയം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹമാണ്, വിശുദ്ധമായ ഒരു വസ്തുവാണ്. ഈ ഉത്തിരീയം ധരിക്കുന്നവർ ഈ ഉത്തിരീയത്തിന് അനുസരിച്ച ഒരു ജീവിതം നയിക്കണം. അപ്പോൾ പറയും, ഇത് ധരിക്കുന്നവർ തങ്ങളുടെ ജീവിതാന്തസ്സിന് അനുസരിച്ച ജീവിത വിശുദ്ധി പാലിക്കാൻ കടപ്പെട്ടവരാണ്. ഇനി രണ്ടാമതായിട്ട് പറയും, പരിശുദ്ധ അമ്മയുടെ ദിവസം എന്ന് പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്, ബുധനാഴ്ചയും ശനിയാഴ്ചയാണ്.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബുധനാഴ്ച എടുക്കാം, അല്ലെങ്കിൽ ശനിയാഴ്ച എടുക്കാം. ഇതിലേതെങ്കിലും ഒരു ദിവസം മാംസം വർജിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായിട്ട് ചില ഉപവിപ്രവർത്തികൾ ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കർമ്മല ഉത്തിരിയവും ധരിച്ച് മരിക്കുന്നവരെയാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മ ശുദ്ധീകരണ സ്ഥലത്ത് വന്ന് മോചിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, ജൂലൈ 16 പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ കർമ്മല ഉത്തിരിയം വെന്തിങ്ങ ധരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ കൂടുതലായി വളരാം. പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് പോലെ ജീവിത വിശുദ്ധി പാലിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ഉപവിപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ശനിയാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ മാംസം വർജിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ നമുക്ക് കൂടുതൽ വളരാം. പരിശുദ്ധ അമ്മയുടെ മക്കളായി ആ സ്നേഹത്തിൽ നമുക്കായിരിക്കാം. നിങ്ങളെല്ലാവരെയും ദൈവം പരിശുദ്ധ കർമ്മലമ്മയുടെ മാധ്യസ്ഥത്തിൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.